ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഏപ്രിൽ 6 വരെ ആക്രമണം നിർത്തിവെച്ച് എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായി ചർച്ച നടക്കുകയാണ് എന്ന് ആവർത്തിക്കുന്നുമുണ്ട്. ഈ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? പ്രതീക്ഷ നൽകുന്ന നീക്കമാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ച നടക്കുന്നുണ്ട് എന്ന് വീണ്ടും ട്രംപ് ആവർത്തിക്കുകയാണ്. പക്ഷേ ഇറാൻ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ ട്രംപിന്റെ ഈ സമയം നീട്ടി നൽകിയതിന് പിന്നിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? ട്രംപിന് യുദ്ധം മതിയായി എന്നാണോ? പിന്നെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ട്രംപ് പിന്നിട്ട ദിവസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ ഫെബ്രുവരി 28-ന് ഈ ആക്രമണം ഇറാന് നേരെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കിയത് 4 ദിവസം, ആ 4 ദിവസം കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും എന്നൊരു നിലയ്ക്കുള്ള പ്രതികരണമായിരുന്നു ഇരുവരും നടത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ 28 ദിവസങ്ങളിൽ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ, ഈ യുദ്ധം തങ്ങളുടേതല്ല, തങ്ങളുടെ പങ്കാളിത്തമില്ല എന്ന് പല രാജ്യങ്ങളും, ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നൊരു പിന്മാറ്റം വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അമേരിക്കയിൽ ആഭ്യന്തര തലത്തിൽ മാത്രമല്ല, അവിടെ 65% ജനങ്ങളും ഈ യുദ്ധത്തിന് എതിരായിട്ടുള്ള ഒരു വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും അനുഭവിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി ആ രാജ്യങ്ങളെ കൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നൊരു തീർപ്പിലേക്ക് ട്രംപിനെ എത്തിക്കുന്നത്. പക്ഷെ ഒരു മാന്യമായിട്ടുള്ള ഒരു തീർപ്പ് വരണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില ഉറപ്പുകൾ ലഭിക്കണം. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ട്രംപ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല മധ്യസ്ഥർ മുഖേനയും ഇറാനുമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയുടെ സന്ദേശങ്ങൾ ഇറാന് കൈമാറുന്നതും ഇറാന്റെ സന്ദേശങ്ങൾ അമേരിക്കക്ക് കൈമാറുന്നതും. അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി ഈ രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ റഷ്യൻ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞത് ഇത്തരം ദൗത്യങ്ങളൊക്കെയും വളരെ സീരിയസ് ആണ്, അല്ലെങ്കിൽ പക്ഷേ ആ ദൗത്യങ്ങൾക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിൽ തങ്ങൾക്ക് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണുള്ളത്. അത്ര എളുപ്പമായിരിക്കില്ല എന്നൊരു സൂചനയാണ് റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും നൽകി വരുന്നത്. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഊർജ്ജ മേഖലയിലും വൈദ്യുത മേഖലയിലും ആക്രമിക്കില്ല എന്ന് പറയുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില ഇനിയും കൂടുന്നത് പിടിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ ഇറാന് നേരെ ഒരു സൈനിക ആക്രമണം, കരയുദ്ധം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി തുടരേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപ് ഈ ചർച്ച എന്ന ഒരു മറ ഇടുന്നത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിപണിയിലെ ചലനങ്ങൾ കാണുമ്പോൾ അത് കുറേയൊക്കെ ശരിയാണ് എന്നൊരു തോന്നൽ, പ്രത്യേകിച്ച് സാമ്പത്തിക വിപണിയിലെയും മറ്റും സ്ഥിതിഗതികൾ നോക്കുമ്പോൾ അക്കാര്യത്തിൽ ചില ഘടകങ്ങളുണ്ട് എന്നത് പിന്നെ ഒരു വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നതും. ജീന നാസർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ പല ഘട്ടത്തിൽ ട്രംപിന്റെ പല വാദങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നു, അത് നീട്ടി നൽകുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ഒളിഞ്ഞ് ഇരിപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇറാൻ അത്തരത്തിലൊരു ആശങ്കയുണ്ടോ? ഇറാന് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്ന ആശങ്ക അതാണ്. കാരണം പിന്നിട്ട് ഒരു 9 മാസത്തിനുള്ളിൽ 2 തവണയാണ് അമേരിക്കയുമായിട്ടും പ്രത്യക്ഷമായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ചർച്ചകൾ നടന്നത്. മസ്കത്തിൽ ആദ്യം നടന്നു, തുടർന്ന് വിയന്നയിലും അതോടൊപ്പം തന്നെ ജനീവയിലും ഒക്കെ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ വളരെ വലിയ പുരോഗതിയുണ്ട് എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അതിനെ ശരിവെച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് പിന്നെ ലോകം കാണുന്നത്. അതും പിന്നെ ഒരു 180ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിന് നേരെ തന്നെ ആക്രമണം നടത്തി അവരെ ഒന്നാകെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസ്യത നഷ്ടം നിലനിൽക്കെ അമേരിക്കയുമായിട്ട് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന അത്തരമൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ചർച്ചകൾ കൊണ്ട് എത്ര കണ്ട് പ്രസക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ ഇനിയും ആക്രമിക്കുകയില്ല എന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5 നിർദ്ദേശങ്ങളും ഇറാൻ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ 5 നിർദ്ദേശങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പരമാധികാരം അന്തർദേശീയ സമൂഹം മാനിക്കണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട്. അത് ഒട്ടും സ്വീകാര്യമല്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അമേരിക്കയും നിലനിൽക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഈ 5 നിർദ്ദേശങ്ങൾ ഇറാൻ വെച്ചിട്ടുണ്ട്, 15 നിർദ്ദേശങ്ങൾ അമേരിക്കയും വെച്ചിട്ടുണ്ട്. പ്രധാനമായും ഇരുവരുടെയും ആവശ്യം എന്ന് പറയുന്നത്, ഇറാൻ പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ അധികാരം, ഇറാന്റെ അധികാരം അത് അംഗീകരിക്കണം. പക്ഷേ ട്രംപ് നേരെ തിരിച്ചും പറയുന്നു, പരസ്പരം ഇരു കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകൾ നടന്നാലും ഇതിന് എപ്പോഴായിരിക്കും ഒരു അവസാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത? ആരെങ്കിലും അയയാനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ?
ജീന, അതിൽ വളരെ സങ്കീർണം തന്നെയാണ് പ്രശ്നങ്ങൾ. കാരണം ഇനി അടുത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കരയാക്രമണം മാത്രമാണ്. കാരണം വ്യോമാക്രമണം അതിന്റെ ഏറെക്കുറെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് അമേരിക്കയിലെ പെന്റഗൺ ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നുണ്ട്. ഒരു കരയാക്രമണം എന്നത് കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ്. പക്ഷെ അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയായിരിക്കും. അത് മേഖലയിൽ വലിയ തോതിൽ രക്തച്ചൊരിച്ചിലിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് സൈനിക വിദഗ്ധർ തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. ഇപ്പോൾ പിന്നിട്ട് 2 ദിവസങ്ങളായിട്ട് സൗദി അറേബ്യയും UAE ഒക്കെ വ്യക്തമാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു വെടിനിർത്തലിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടരുത്, നേരെ മറിച്ച് തങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളികൾ, സുരക്ഷാ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ ഹോർമസ് കടലിടുക്കിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരവസ്ഥയും അത് രൂപപ്പെടുത്താതെ ഈ യുദ്ധം അവസാനിക്കരുത്. അത്ര ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് UAEയും സൗദിയും ഒക്കെ അപ്പോൾ അത്തരം രാജ്യങ്ങൾ കൂടി ഇത്തരം ഒരു സംഘർഷത്തിന്റെ ഭാഗമായി മാറുമോ എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിതിഗതികൾ വളരെ സങ്കീർണമായി തന്നെയാണ് ഈ ഘട്ടത്തിലും തുടരുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. പക്ഷേ നയതന്ത്ര നീക്കങ്ങൾ പരോക്ഷമായിട്ടാണെങ്കിലും തുടരുന്നു എന്നതൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. നാസർ, അങ്ങനെയാണെങ്കിൽ ഈ കരയാക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളം ഉണ്ട്? കാരണം ഈ അമേരിക്ക കൂടുതൽ സൈനികരെ അയച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയിൽ ഒരു ചതി അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു ചോദിക്കുന്നത്, ഈ കരയാക്രമണത്തിൽ അത്തരത്തിലുള്ള നീക്കം ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടോ? ജീന, ഇത് വളരെ സങ്കീർണമായിരിക്കും. കാരണം അമേരിക്ക കരുതുന്നത് പോലെ ഒരു കരയാക്രമണം നടത്തി കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക, അതിലോടുകൂടി ഹോർമസ് കടലിടുക്കിന്റെ സ്വതന്ത്രമായിട്ടുള്ള മേധാവിത്വം കൈക്കലാക്കുക എന്നത് പറയാൻ എളുപ്പമാണെങ്കിൽ പോലും ഒരുപാട് സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായിട്ടും തങ്ങൾ തുരത്തി അമർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിരന്തരമായിട്ട് ഇപ്പോൾ പോലും തങ്ങളുടെ ആധിപത്യ മേഖലയിലുണ്ടെന്ന് ഇറാനും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ടുള്ള ചില രാജ്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ യുദ്ധത്തിന് വേണ്ടി ഇപ്പോൾ 6,00,000-ഓളം സൈനികർ ഇപ്പോൾ തന്നെ മേഖലയിൽ അമേരിക്ക നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് 10,000 സൈനികരെ കൂടി കൊണ്ടുവരാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നതായിട്ട് US മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായോഗികമായിട്ട് ഈ സൈനിക നേതൃത്വം ഈ മേഖലയിൽ തമ്പടിച്ചതുകൊണ്ട് മാത്രം എത്ര കണ്ട് ഈ കാർഗിൽ ദ്വീപിലേക്ക് പിടിച്ചടക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് നീക്കാനോ സാധിക്കുമെന്ന കാര്യത്തിൽ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് തുടരുന്നത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യമായിട്ടുള്ള ഒരു പിന്മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് പെന്റഗൺ നേതൃത്വവും അമേരിക്കൻ പ്രസിഡന്റും എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഒരുപക്ഷെ അത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കരാറിലോ മറ്റോ ഇറാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീളുമെന്നൊരു ആശങ്ക തന്നെയാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, ഏതായാലും അത്തരത്തിലുള്ള ആശങ്കകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിന് അയവ് വരുത്താനോ അല്ലെങ്കിൽ സമ്പൂർണ്ണമായി ഇതിനൊരു യുദ്ധ വിരാമത്തിലേക്ക് കാര്യങ്ങൾ എത്താനോ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്.